ഒരു അണ്ണൻ തമ്പി കോംബോയാണോ അതോ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണോ എന്നറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നല്ലൊരു കോംബോ സെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ പിക്സ് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചത്. ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ട കീരിയും പാമ്പും പോലെയാണ്, ഇതുവരുടെ അഭിനയമാണ് എന്നുള്ളതാണ്. എന്നിട്ട് അനീഷ് നമ്മുടെ ഷാനവാസിനോട് ചോദിച്ച് എനിക്കൊന്ന് താടിയൊക്കെ ഒന്ന് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാനവാസ് പറഞ്ഞു അതിനെന്താ നീ വാന്ന് പറഞ്ഞു. എന്തായാലും ഡ്രിമ്മർ ഓഫായിപ്പോയി. ഇടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡ്രിമ്മർ ഓഫായിട്ട് അനീഷ് അവിടെ ഓടി നടക്കുന്നുണ്ട്. എന്തായാലും ഡ്രിമ്മർ ഓഫായപ്പോൾ അവിടെ ചെന്ന് ഡ്രിമ്മർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒനിയൽ ട്രൗസർ വള്ളികളെല്ലാം അവിടെ ഇരിക്കുന്നതിനിടയ്ക്ക് ഒനിയലുണ്ട്. അപ്പോൾ ഒനിയലിനോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അനീഷിന് അവിടെ ഒരു ചമ്മൽ. അപ്പം ഷാനവാസ് ചോദിക്കുന്നു, നിനക്ക് എന്നോട് ഷേവ് ചെയ്ത് തരാനോ ട്രിം ചെയ്ത് തരാനോ പറയാനാവും, അവരോട് പോയി നിനക്ക് എന്താ ചോദിക്കാൻ ഈഗോ എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് അനീഷ് അത് കിട്ടി ഒനിയൽ കൊണ്ടുവന്ന് കൊടുത്തു. അത് വെച്ചിട്ട് ബാക്കിയുള്ള ട്രിം ചെയ്തതിന് ശേഷം അനീഷ് പറയുന്നു, ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഞാൻ എൻ്റെ താടി ഡ്രിം ചെയ്യിച്ചു ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പിനെസ്. ഈ ശൈത്യയും നമ്മുടെ അഭിലാഷ് അങ്ങനെയുള്ളവരൊക്കെ ഇല്ല അന്തം വിട്ടാണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു രസമുള്ളൊരു കോംബോ. നമ്മളെല്ലാം നെഗറ്റീവാണല്ലോ, ബിഗ് ബോസ് ഹൗസ് തന്നെ ഇപ്പോൾ ഫുള്ള് നെഗറ്റീവാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെയുള്ളൊരു പോസിറ്റീവ് കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിടണമല്ലോ. എന്തായാലും ഒരു നല്ല അടിപൊളിയായിട്ട് കളിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഷാനവാസിന് അനീഷ് ഉണ്ടെങ്കിലേ കണ്ടൻ്റ് ഉള്ളൂ. കണ്ടൻ്റ് എന്നും മാത്രമല്ല, അനീഷും ഷാനവാസും ചേരുമ്പോൾ ഷാനവാസ് യഥാർത്ഥത്തിൽ പോസിറ്റീവ് ആകുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഷാനവാസ് ഉണ്ടെങ്കിൽ അനീഷിനും കണ്ടൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അനീഷ് കണ്ടൻറ്റ് ചുമ്മാതെ ഇല്ല പെട്രോൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരുപാടാകുമ്പോൾ നമുക്ക് അരോചകമാവും. എന്നാൽ പോലും വേറൊരു കണ്ടൻറ്റ് അവിടെ ഇല്ലല്ലോ, ആരും കണ്ടൻറ്റ് കൊടുക്കുന്നില്ലല്ലോ. ഷാനവാസ് ഇപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് നിൽക്കുകയാണ്. കാരണം അനിമോളുടെ പ്രശ്നങ്ങളായാലും ഈ പരദൂഷണ കമ്മിറ്റികളുടെ കൂടെ കൂടുന്നതും നമ്മുടെ അമ്മായി ജിസേലിൻ്റെ കൂടെ കൂടുന്നതും ഒക്കെ കാണുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുമെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു കോംബോ കറക്റ്റ് നല്ല, സത്യം പറഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഈ പോസിറ്റീവ് കണ്ടപ്പോൾ, നമ്മൾ ഫുള്ള് നെഗറ്റീവ് കണ്ട് മടുത്തപ്പോൾ ഈ പോസിറ്റീവ് കണ്ടപ്പോൾ ഞാൻ അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഫോം ചെയ്യട്ടെ. ഇപ്പോൾ എന്തായാലും 4 വീക്സ് എല്ലാം ആയിട്ടുള്ളൂ, ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കോംബോ നന്നായിട്ട് സെറ്റ് ചെയ്ത് അടിയും നടക്കട്ടെ, അതിൻ്റെ കൂടെ വഴക്ക് നടക്കട്ടെ. പക്ഷേ അവർ പരസ്പരം ഒരു സ്നേഹം ഇതുപോലെ നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല അടിപൊളി കണ്ടൻറ്റുകളൂടെ തരട്ടെ. എന്തായാലും അനീഷ് ഭയങ്കര സന്തോഷത്തിലാണ്. ക്യാമറയിൽ വന്ന് പറഞ്ഞു, അവനെ കൊണ്ട് ഞാൻ താടി ഷെവി ചെയ്തുമല്ല താടി ഡ്രിം ചെയ്യിച്ചു, എൻ്റെ താടി ഡ്രിം ചെയ്യിച്ചു, ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഞാൻ താടി ഡ്രിം ചെയ്യിച്ചു. അത് സത്യമായിട്ട് ഷാനവാസ് അത് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ആ കളിയാക്കൽ ഷാനവാസ് ആസ്വദിക്കുന്നു. ഷാനവാസ് പറഞ്ഞു അവനിത് ചെയ്തു കൊടുത്തിട്ട് അവൻ കൊണ അടിക്കുന്നുണ്ട്, അതിനവനൊരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ എല്ലാവരും അത് കേട്ടവരെല്ലാം കൂടി ചിരിക്കുന്നുണ്ട്. അതാണ് ഗൈസ്.